ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പ്രഭാവതി പി എൻ. ഞാൻ ഇന്നും കുട്ടികളുടെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മക്കളൊക്കെ ചെറുതിലെ നുണ പറയാറുണ്ടല്ലേ? നുണ പറയുമ്പോൾ നമ്മളെന്താ പറയുക, അവരോട് നുണ പറയരുതെന്ന് പറയും അല്ലേ? അത് പറയാമെന്ന് പറയുന്ന സ്വഭാവം കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിതായിരിക്കുന്ന സമയത്ത് അവർക്ക് അറിയില്ല അത് ശരിയേത് തെറ്റേത്, പറയാൻ മേലാത്തത്, പറയാവുന്ന ഏത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അപ്പോൾ അവർ ഇങ്ങനെ നുണയൊക്കെ പറയും. അത് ഇത് ചെയ്തെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തില്ല എന്നൊക്കെ പറയും. അപ്പം നമ്മളെന്ത് ചെയ്യും, ആ കുഞ്ഞു പ്രായത്തിൽ എന്ത് ചെയ്യും, അവരുടെ തമാശകളൊക്കെ നമ്മൾ ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടെ. അത് അവർക്ക് അറിയില്ല അത് ശരിയേത് തെറ്റ്, നുണയേത് സത്യം ഏതൊന്നും തിരിച്ചറിയാനാവില്ല. പക്ഷെ കുറച്ചും കൂടെയൊക്കെ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം അവരോട് ഏതൊക്കെയാ ശരി, ഏതൊക്കെയാ തെറ്റ്, നുണ പറയാൻ പാടില്ലാത്ത ഏതൊക്കെ കാര്യങ്ങളിലാണ് സത്യം മാത്രമേ പറയാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കുറച്ചുകൂടി വലുതാകുമ്പോൾ പറ്റും. അവർ കൂടുതലും നുണ പറയുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞ നുണ പറയുന്ന ഭയങ്കരമായിട്ട് അവർ ചെറുപ്പത്തിൽ നുണ പറയുന്നത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് നുണ പറയുക. പിന്നെ തല്ല് കിട്ടുമെന്ന് പേടിച്ചിട്ട് കുഞ്ഞുങ്ങൾ പറയും ഞാനത് ചെയ്തിട്ടില്ല, ചെയ്ത കാര്യമാണ് ചെയ്തിട്ടില്ല എന്ന് പറയും അല്ലേ? അപ്പോൾ അങ്ങനെ തല്ലിനെ പേടിച്ച് കുട്ടികൾ നുണ പറയാറുണ്ട്. പിന്നീട് കുഞ്ഞുങ്ങൾ പറയുന്ന നുണകൾ എവിടെയെന്ന് വെച്ചാൽ അപ്പോൾ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിലും കൂട്ടുകാരുടെ ഇടയിലൊക്കെ ആണെങ്കിൽ അവർ വലിയ പൊങ്ങച്ചം രീതിയിൽ നുണകളൊക്കെ പറയും, അവർക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ ആ രീതിയിലും നുണ പറയാറുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ കാറൊന്നും ഇല്ലെങ്കിലും പോയിട്ട് കൂട്ടുകാരോട് പറയും എൻ്റെ പപ്പയ്ക്ക് വലിയ BMW കാറുണ്ടെന്നൊക്കെ പറയും. അത് കുഞ്ഞുങ്ങളുടെ ഒരു നുണ പറയുന്ന ഒരു ശീലമാണ്. അവർ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ മികച്ചതായിട്ട് അവർ വലിയ ആളാണ്, അവരുടെ കുടുംബം വലുതാണ്, അവർ പപ്പ വലിയ പണക്കാരനാണ്, ആ രീതിയിലൊക്കെ പറയാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ നുണകൾ പറയാറുണ്ട്. പിന്നീട് കുഞ്ഞുങ്ങൾ നുണ പറയുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അനുകരിക്കലാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നുണ പറയാറുണ്ട് അല്ലേ? മറ്റുള്ളവരോട് സംസാരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ നമുക്ക് അവരോട് സത്യം പറയാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നമ്മൾ നുണയായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവും. അത് കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടാവും സൈഡിൽ നിന്നിട്ട്. അപ്പോൾ അവരൊക്കെ അച്ഛൻ പറയുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് നുണ പറഞ്ഞുകൂടാ എന്ന തോന്നൽ വെച്ചിട്ട് അവരിങ്ങനെ മറ്റുള്ളവരെ അനുകരിച്ച്, വീട്ടിലുള്ളവരെയോ പുറത്തുള്ളവരോ പറയുന്ന കേട്ട് അനുകരിച്ച് ചില നുണകളൊക്കെ കുഞ്ഞുങ്ങൾ പറയാം. കുഞ്ഞുങ്ങൾ ഈ രീതിയിലൊക്കെ നുണ പറയുന്നത് അത്ര നല്ല കാര്യമല്ല, ആണോ? അല്ല. കുഞ്ഞുങ്ങൾ നുണ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാ കാര്യങ്ങൾക്കും അവരെ രക്ഷിക്കാൻ വേണ്ടി അവർ നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? കുഞ്ഞുങ്ങൾ നുണ പറയുന്നത് ഒരു നല്ല ശീലമല്ല അല്ലേ? നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ശീലം തന്നെയാണ്. അപ്പം നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളും നുണ പറയാതിരിക്കുക. വീട്ടിൻ്റെ ഉള്ളിലാണേലും ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളോടാണേലും മറ്റുള്ളവരോടാണേലും ഒക്കെ നുണ പറയാതിരിക്കുക. അവരത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിചാരിക്കും അച്ഛനും അമ്മയും പറയുന്നിട്ടുള്ള പിന്നെ എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്ന്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി, കുട്ടികളുടെ നുണ പറയുന്ന ഈ ശീലത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇന്ന് പറഞ്ഞു. നമ്മുടെ മക്കള് എന്തെങ്കിലും ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭയപ്പെടുത്തി ഭയങ്കരമായിട്ട് ശിക്ഷിച്ചും ഒരിക്കലും സത്യം പറയിപ്പിക്കരുത്. അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നീട് കൂടുതൽ നുണ പറയുള്ളൂ. അതിലൂടെ അവർ സത്യം പറയുക എന്നുള്ളൊരു ശീലം അവരുണ്ടാക്കിയെടുക്കില്ല. അവർ പിന്നെയും നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നുണ പറയുന്ന കുട്ടികളെ ഒരിക്കലും ഭീഷണിപ്പെടുത്തിയും ശകാരിച്ചും ആ രീതിയിലൊന്നും ഒരിക്കലും നിങ്ങൾ സത്യം പറയിക്കാൻ നോക്കരുത്. പിന്നെ നുണ പറയുന്ന കുട്ടിയാണെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങൾക്കും നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവനെ സത്യം പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അവനോട് മോനെ അമ്മ ഒന്നും ചെയ്യില്ല, സത്യം പറയാൻ നിന്നൊന്നും ചെയ്യില്ല, അവന് നമ്മളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അമ്മേൻ്റെ അടുത്തോ അല്ല അച്ഛൻ്റെ അടുത്തോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ശിക്ഷിക്കില്ല, അല്ലെ വഴക്ക് പറയില്ല, എനിക്ക് അവരുടെ അടുത്ത് സത്യം പറയാം എന്നുള്ളൊരു ആത്മവിശ്വാസം കുട്ടികൾ നമ്മൾ വളർത്തി കൊടുക്കണം. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞു കഴിയുമ്പോൾ ചെറിയ എന്തെങ്കിലും സമ്മാനങ്ങൾ ആ കുട്ടിക്ക് നൽകുക. അപ്പോൾ അവന് മനസ്സിലാവും സത്യത്തിൻ്റെ വില എന്തോരാണ്. അവന് കിട്ടുന്ന ആ കുഞ്ഞു സമ്മാനം അവന് ഒരുപാട് തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു സമ്മാനമാണ്. അപ്പോൾ അങ്ങനെ ചെറിയ സമ്മാനങ്ങളും സത്യം പറയുന്നത്, നുണ പറഞ്ഞൊരു കുട്ടിയെ സത്യം പറയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അവനിൽ ഒരു വലിയ മാറ്റം അവിടെ തുടങ്ങുകയാണ്. പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ കഴിവതും നുണ പറയാതിരിക്കുക. നിങ്ങൾ നുണ പറഞ്ഞിട്ട് മക്കളോട് നുണ പറയരുതെന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല.
അവർക്ക് അത് മനസ്സിലാവില്ല. നിങ്ങൾ നുണ പറയുന്നുണ്ട് പിന്നെ അവർക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടോ? അതുകൊണ്ട് നിങ്ങൾ മക്കളുടെ മുമ്പിൽ നുണ പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ കുട്ടി തെറ്റൊക്കെ ചെയ്ത് സത്യം നുണ പറഞ്ഞിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞിട്ട് അവസാനം സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനോട് നമുക്ക് നന്ദി പറയാം. മോനെ സത്യം പറഞ്ഞതിന് നന്ദി. ആ ഒരു വാക്ക് അവനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം തോന്നും. ഞാൻ നുണ പറഞ്ഞു ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മേൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു നന്ദി കിട്ടിയല്ലോ. അവനെ ചേർത്ത് പിടിച്ചിട്ട് മോനെ ഇനി നുണ പറയരുത് എന്നും കൂടെ ആശ്വസിപ്പിക്കുക. അല്ലാതെ നമ്മൾ കുറേ വഴക്ക് പറഞ്ഞുകൊണ്ട് തല്ലിയത് കൊണ്ട് കുട്ടികളിൽ നുണ പറയുന്ന ശീലം മാറ്റിയെടുക്കാൻ കഴിയില്ല. പിന്നെ അവനിലൊരു ആശയവിനിമയം നടത്തണം. നമ്മൾ അവനോട് തുറന്ന് സംസാരിക്കാനുള്ള, അവനെന്തും നമ്മളോട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ അടുക്കൽ അവനുണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളോട് ഇങ്ങനെ പറയുകയും വേണം. ആശയവിനിമയത്തിനിടയിൽ നമ്മൾ കുട്ടികളോട് ഇങ്ങനെ പറയണം, നീ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ ശിക്ഷിക്കില്ല. നിന്നെ നമ്മൾ വീടിനൊക്കെ പുറത്തൊക്കെ നുണ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താറുണ്ട്, അല്ല തല്ലാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? ആ രീതിയിലൊന്നും ചെയ്യില്ല എന്ന് നമ്മൾ അവന് ഉറപ്പ് നൽകണം. അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ആശ്വസിപ്പിക്കണം. അവനെ നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യുകയും ചെയ്യരുത്. അവനെ വഴക്ക് പറയുകയോ ശിക്ഷിക്കുകയോ ആ രീതിയിലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. അവനിലൊരു ആത്മവിശ്വാസം വളർത്തി കൊടുക്കണം. നമ്മളുടെ അടുത്ത് അവന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് തല്ല് കിട്ടില്ല, അല്ലെങ്കിൽ വഴക്ക് പറയില്ല, ആ തെറ്റ് തിരുത്തി നമ്മൾ കൊടുക്കും എന്ന ഒരു ആത്മവിശ്വാസം അവൻ്റെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അവനൊരു വിശ്വാസം ഉണ്ടാവുക, നമ്മുടെ അടുത്ത് അവൻ ഒരിക്കലും നുണ പറയില്ല, മറ്റുള്ളവരോടും നുണ പറയില്ല എന്നുള്ളൊരു ശീലം കുട്ടിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പിന്നീട് നമുക്ക് ചെയ്യാവുന്നതാണ് നല്ല നല്ല സത്യസന്ധമായ കഥകളുണ്ട് അല്ലേ? ഒരുപാട് കഥകളുണ്ട് കുട്ടികളെ കേൾപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയും. അങ്ങനത്തെ ഒരു കഥയാണ് പണ്ടൊക്കെ ഞാൻ കുഞ്ഞിനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു കഥയാണ് പുലി വരുന്നേ എന്നും പറഞ്ഞ് ഒരാട്ടിടയും കടന്ന് കാറി നാട്ടുകാരെ പറ്റിച്ചൊരു കഥ ഇല്ലേ? എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കഥയാണ്. ആ കഥയിൽ അവസാനം സംഭവിക്കുന്നത് എന്താ? കള്ളം നുണ പറഞ്ഞ് അവസാനം പുലി വന്നപ്പോൾ ആരും സഹായിക്കാനില്ല. ഇതേ ഗതി തന്നെയായിരിക്കും നുണ പറയുന്നതിൻ്റെ അവസ്ഥ എന്ന കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെയുള്ള കഥകളൊക്കെ കുട്ടികളെ കേൾപ്പിക്കുകയും അവർക്ക് നുണ പറഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ, ദൂഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ അവരിൽ സത്യം പറയാനുള്ള മാനസികാവസ്ഥ വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതലും നുണ പറയുന്നത് പേടിച്ചിട്ടാണ്. അച്ഛൻ തല്ലുവോ അമ്മ തല്ലുവോ എന്ന് പേടിച്ചിട്ടാണ് കുട്ടികൾ കൂടുതൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നുണ പറയുന്നത്. അപ്പം നമ്മളെ പേടിക്കേണ്ട എന്നുള്ള ഒരു പേടിക്കേണ്ട എന്നുള്ളൊരു വിശ്വാസവും അവനിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവന് ധൈര്യം ഉണ്ടാവും നമ്മളോട് സത്യം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഞ്ഞു മക്കളെ നമ്മൾ സത്യസന്ധരായി വളർത്തുക. ഒരു കാരണവശാലും എവിടെയാണേലും സത്യം പറയുന്ന ഒരു വ്യക്തിയായി ഏതാണേലും ഏത് കാര്യത്തിലാണേലും സത്യം പറയുന്ന ഒരു വ്യക്തിയെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.